സിസ്റ്റർ വരൂ. സോറി. അയ്യോ സോറി, ഞാനല്ലേ പറയേണ്ടത്. കാലൊന്ന് തട്ടിയതാ. ആ കൃത്യസമയത്താണല്ലോ വന്നേ. ഇരിക്കളിയാ, ഓരോന്നടിക്കാം. നിങ്ങളടിച്ചോ, ഞാനില്ല. അതെന്താ അളിയാ, നീ വെജിറ്റേറിയൻ ആയോ? മൈൻഡൊന്നും അങ്ങോട്ട് സെറ്റല്ലടാ. മൈൻഡ് ഇങ്ങനെ ആകുമ്പോഴേ കള്ളുടിച്ച് കഴിഞ്ഞാൽ വെറുതെ ഇമോഷണൽ ആവും. വേണ്ട, എന്നെ നിർബന്ധിക്കണ്ട പ്ലീസ്. അളിയ, ഇന്ന് ദയാലിന്റെ ബർത്ത്ഡേ ആയോണ്ടല്ലേ, ഒന്നടിക്കേ. ഡാ സോറിടാ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അളിയ. പക്ഷേ കള്ള് വേണ്ട, നിർബന്ധിക്കരുത്. അവരിവിടെ എവിടെയോ ഉണ്ട്. സാറിന്റെ കാറിലേ കിടക്കുന്നത്. രാജു, ഈ അച്ഛന് നാണുണ്ടോ അവരെ വിളിച്ചു വരുത്താൻ? അച്ഛൻ ഈ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളല്ലേ, ഫേമസ് അല്ലേ, എത്ര വട്ടം മിനിസ്റ്റർ ആയിരുന്ന ആളാ, ഇപ്പോഴും MLA അല്ലേ. ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ? അതിനിപ്പോ എന്ത് കാണിച്ചു എന്നാ പറയുന്നത്? ആഹാ, രാജു അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാണോ? അയ്യോ, ഞാൻ സപ്പോർട്ട് ചെയ്തതല്ല. സാറിന് ആ സ്ത്രീയോടുള്ളത് ഒരു സഹോദരി ബന്ധമാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഇത്ര അടുപ്പം കാണിക്കോ രാജു? കൂടെ കൂടെ കാണാൻ ശ്രമിക്കോ? ശരി, നോക്കാം. ഈ കെട്ടിടം നമ്മള് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. രോഗികളായ മനുഷ്യർക്ക് മാത്രമാണോ സർ നമ്മൾ സഹായം നൽകുന്നത്? ഏയ്, സമസ്ത മേഖലകളിലെയും ദുരിതം അനുഭവിക്കുന്നവരെ നമ്മൾ പരിഗണിക്കും. പിന്നെ ക്യാൻസർ രോഗം പിടിപെട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവങ്ങളെ നമ്മൾ പരിഗണിക്കും. സിസ്റ്റർ വരൂ. പണി തീർന്നു വരുമ്പോ ഇത് മനോഹരമായിട്ടുള്ള കെട്ടിട സമുച്ചയമായി തീരും. സർ, ഇതിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിക്കണം. വെച്ചു പിടിപ്പിക്കുകയോ വാങ്ങുകയോ ചെയ്യാം. അതൊക്കെ സിസ്റ്ററുടെ ഐഡിയ പോലെ. കണ്ടോ രാജു, അവരെന്റെ അച്ഛന്റെ മുന്നിൽ നിന്ന് കുഴഞ്ഞു മറിയോ? ഏയ്, അവരെന്തോ സംസാരിക്കരുതോ, അതിന് നീ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. എനിക്കിതൊക്കെ കാണുമ്പോ ദേഷ്യം വരും. എന്നാ നീ വാ, നമുക്ക് പോവാം. അല്ല, സാറ് നമ്മളെ കണ്ടാലോ? എനിക്കൊരു ചമ്മല്. അവർക്ക് ചമ്മലൊന്നും ഇല്ലല്ലോ. അവര് കാണാതെ നമുക്ക് ഇവിടെ നിൽക്കാം. അവര് പോയതിനു ശേഷം നമുക്ക് തിരികെ പോയാൽ മതി. അംബികയുടെ സപ്പോർട്ടോടെ ഇവരച്ഛനെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ രാജു. പുതിയ പുതിയ ഐഡിയയുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നല്ല കാര്യവും ചെയ്യാൻ തോന്നും. അയ്യോ, മീഡിയ. മുൻമന്ത്രി പ്രതാപവർമ്മ സാറല്ലേ ഇത്? സാർ തുടങ്ങാൻ പോയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കെട്ടിടമാണത്. നീ വാ, നമുക്ക് നോക്കാം. വന്നു അടുത്ത ശല്യങ്ങള്. ഇനി അച്ഛനെ അവരെയും കൂട്ടിക്കലർത്തി ഇവരെന്തൊക്കെ ഗോസിപ്പുകളെ ഉണ്ടാക്കാൻ പോകുന്നെന്ന് ദൈവത്തിനറിയാം. സിസ്റ്റർ വരൂ. സോറി. അയ്യോ സോറി, ഞാനല്ലേ പറയേണ്ടത്. കാലൊന്ന് തട്ടിയതാ. ഇതെന്തൊക്കെയാ രാജു? എനിക്കിത് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും? അതിനവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ഋതു. അവിടെ ഒന്ന് വീഴാൻ പോയപ്പോ സാറ് ഹെൽപ്പ് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. രാജുവിന് ഇതൊക്കെ നിസ്സാര. എന്റെ അച്ഛന്റെ പേരാ ചീത്താവാൻ പോകുന്ന. നമുക്കെന്നാ പോവാം സർ. സിസ്റ്ററിന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? വീട്ടില് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതിലൊരാൾക്ക് സുഖമില്ലാത്തതാ. ഓ, എങ്കിൽ നമുക്ക് ഇറങ്ങാം. വരൂ. നമസ്കാരം സാർ.
നമസ്കാരം. നിങ്ങൾ ഏത് ചാനലാ? സിറ്റി മീഡിയൻ സാർ. ഇത് സാറിൻ്റെ വൈഫാണ് സാർ. ഏയ് അല്ല, ഇത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ഇൻചാർജ്. ആ. പേര് പവിത്ര. ഹൈ മാം. സർ, സാറിനെ ഞങ്ങൾ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അതും ഒരു ജീവകാരുണ്യ പ്രവർത്തനമല്ലേ? തീർച്ചയായും. അതിനെന്താ സംശയം? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ പ്രൊജക്റ്റിനെ പറ്റി ഒരു സ്റ്റോറി ചെയ്തോട്ടെ സാർ. ആ, വളരെ സന്തോഷം. പക്ഷേ ഇപ്പൊ വേണ്ട, ഞങ്ങൾ രണ്ടുപേർക്കും കുറച്ച് തിരക്കുണ്ട്. ആ സ്റ്റോറി നമുക്ക് ചെയ്യണം. അത് മറ്റൊരു അവസരത്തിൽ ചെയ്യാം. എന്താ പോരെ? ഓക്കെ, ശരി സാർ. സിസ്റ്റർ വരൂ. കണ്ടോ രാജു, അവർക്ക് എന്തെങ്കിലും നാണക്കേടുണ്ടോ നോക്കിയേ. ചന്ദ്രൻപിള്ളേ, വണ്ടി എടുക്ക. വർമ്മ സാർ അവരും തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ടല്ലേ? കെമിസ്ട്രി അല്ല, ബയോളജിയാ. ഇനി ഇത് കവർ സ്റ്റോറി ആക്കാനാണോ ഈ കമന്റ് പാസ്സാക്കിയത്? അല്ല മാഡം, ഞങ്ങൾ വെറുതെ ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. വെറുതെ പറയുന്നൊന്നും അല്ല. മീഡിയക്കാരൊക്കെ എനിക്ക് അറിയാലോ. മുൻ മന്ത്രി പ്രതാപ വർമ്മയുടെ കൂടെ കണ്ട സ്ത്രീ ആര് എന്ന തലക്കെട്ടോടെ ന്യൂസ് ആക്കുമെന്ന് എന്റെ ചോദ്യം. അയ്യോ മാഡം, ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതെ, പ്രതാപ വർമ്മ സാറിനെ കുറിച്ച് അങ്ങനെ ഒരു ഗോസിപ്പ് ഉണ്ടാക്കിയ ഞങ്ങളുടെ ചാനലിനെ നാട്ടുകാർ തകർത്ത് കളയും. ആ സ്ത്രീ എന്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് മാത്ര. മാഡം വർമ്മ സാറിന്റെ മകളാണോ? അതെ, ഋതിക വർമ്മ. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം മാഡം. ഞങ്ങൾ അങ്ങനൊന്നും ഒരു കഥ ഉണ്ടാക്കില്ല. ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പറയുന്ന ഒന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. ആ സംയുക്ത ഇങ്ങനെ കയറൂരി വിട്ടാ പറ്റില്ല രാജു. ഋതു ഒന്ന് അടങ്ങ്. തമ്പ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. എന്നാ നിങ്ങൾ റിലാക്സ് ചെയ്ത് പതുക്കെ ഇരിക്കും, ഞാൻ പോവാ. ഛേ, അതെന്ത് മര്യാദയുടെ അളിയാ? എന്റെ ബർത്ത്ഡേ അല്ലേ അളിയാ? രണ്ടെണ്ണം അടിച്ചിട്ട് പോന്നീ. തേലെ എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. നീ കഴിക്കാത്ത ആളൊന്നുമല്ലല്ലോ. നമ്മളൊക്കെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ടീംസ് അല്ലേ അളിയാ, അതുകൊണ്ടാണ് ഇവൻ കഴിക്കാത്തത്. അവൻ അവന്റെ വല്യമ്മാവന്റെ കൂടെ ഇരുന്നേ കഴിക്കൂ. വിട്ടേ കളിയാ, അവൻ പോട്ടെ. എന്തിനാടാ നീയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നെന്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു പെഗ് കഴിക്കാനല്ലേ ആവശ്യപ്പെട്ടത്, അല്ലാതെ ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ. എന്നാ ഒന്ന് ഒഴുക്കി, നിന്റെയൊക്കെ സൂക്കേട് മാറട്ടെ. വെട്ടിക്കയറ്റി ഒഴിയട ഒരു ലാർജ്. ഇതാ അളിയാ.